ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ഗോവിന്ദചാമിയെ എത്തിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ണൂരിൽ നിന്നാണ് ഇന്ന് രാവിലെ ഗോവിന്ദചാമിയുമായുള്ള വാഹനം യാത്ര തിരിച്ചത്. ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ഗോവിന്ദചാമിയെ എത്തിക്കുന്നു. അവിടെ അതിസുരക്ഷാ ജയിലാണ്. ഏകാന്ത തടവിലായിരിക്കും ഗോവിന്ദചാമി ഉണ്ടായിരിക്കുക. കണ്ണൂരിനെ അപേക്ഷിച്ച് അതികർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ള ജയിൽ കൂടിയാണ് വിയൂർ. റാഫി കരീം വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. റാഫി, ഇപ്പോൾ ഗോവിന്ദചാമി എത്തിച്ചിരിക്കുന്നു, വിവരങ്ങൾ. തീർച്ചയായും ഗോവിന്ദചാമിയെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. രാവിലെ 7:30 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട സംഘമാണ് ഇപ്പോൾ വിയ്യൂരിലേക്ക് എത്തിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ അതീവ സുരക്ഷാ ജയിലിലേക്കാണ് വിയ്യൂരിൽ മാറ്റുക. ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് ഗോവിന്ദചാമിയെ എത്തിച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷാ ജയിലിൽ ഏകാന്ത തടവുകാരനായിട്ടായിരിക്കും ഗോവിന്ദചാമി കഴിയുക. ശക്തമായ സുരക്ഷയാണ് ഈ ജയിലിനകത്ത് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 24 മണിക്കൂർ CCTV ക്യാമറ നിരീക്ഷണവും ഒപ്പം തന്നെ വാച്ച് ടവറുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണവും എല്ലാം തന്നെ ഈ അതീവ സുരക്ഷാ ജയിലിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഈ ഗോവിന്ദചാമിയെ സെല്ലിലേക്ക് മാറ്റും. കേരളത്തിലെ കൊടും കുറ്റവാളികൾ താമസിക്കുന്ന അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അതീവ സുരക്ഷാ ജയിലാണ്. 536 തടവുകാർക്കുള്ള സൗകര്യമാണ് ഈ ജയിലിലുള്ളത്. നിലവിൽ 125 പേരാണ് ഈ ജയിലിൽ കഴിയുന്നത്. അതിൽ 126-ാമനായിട്ടായിരിക്കും സൗമ്യവധക്കേസ് പ്രതിയായ ഗോവിന്ദചാമി ഈ ജയിലിൽ കഴിയുക എന്നുള്ളതാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ശക്തമായ സുരക്ഷയാണ് ഈ ജയിലിൽ ഒരുക്കിയിരിക്കുന്നത്. ഭക്ഷണത്തിന് പോലും ഗോവിന്ദചാമി ഈ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥയുണ്ടാകില്ല. ഭക്ഷണം സെല്ലിൽ നൽകുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കണ്ണൂരിനെ അപേക്ഷിച്ച് കനത്ത സുരക്ഷാ കാവലിലായിരിക്കും ഈ അതീവ സുരക്ഷാ ജയിലുള്ളത്. കാരണം 700 മീറ്റർ ചുറ്റളവിലുള്ള ജയിലിൽ 10 അടിയിലധികം ഉയരത്തിലുള്ള മതിൽ കെട്ടും അതിനു മുകളിൽ വേലിക്കെട്ടും അതിന് മുകളിലുള്ള ഒരു കമ്പി വേലിയും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ശക്തമായ സുരക്ഷയിലായിരിക്കും വിയ്യൂർ ജയിലിൽ ഗോവിന്ദചാമി ഉണ്ടാവുക. കണ്ണൂരിലെ ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് വിയ്യൂരിലേക്ക് മാറ്റിയിരിക്കുന്നത്. രാവിലെ 7:30 കണ്ണൂരിൽ നിന്ന് ഗോവിന്ദചാമിയുമായി പോലീസ് സംഘം വിയ്യൂരിലേക്ക് യാത്ര തിരിച്ചത്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിരിക്കുന്നു ഇപ്പോൾ ഗോവിന്ദചാമിയെ.